പാർട്ട് 2 സ്റ്റാർട്ടിങ് കാണിക്കുന്നത് അലക്സ് തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും അവൻ്റെ അമ്മയുമായിട്ട് സംസാരിക്കുന്നതാണ്. അവൻ്റെ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, മിഗേലാണെങ്കിൽ ഇപ്പോൾ ഇറക്കിയൊരു മാഗസീൻ ഉണ്ട്. ഇതിൽ പറയുന്നത് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ടെക്സാസിനെ പിടിച്ചെടുക്കാനായിട്ട് ഇവരൊരു പുതിയ സ്ട്രാറ്റജി കൊണ്ട് വന്നു എന്നിങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കാര്യം എന്തിനെങ്കിലും പറ്റി നീയാണെങ്കിൽ അവന് പറഞ്ഞു കൊടുത്തു, അങ്ങനെയാണോ അവൻ ഈ മാഗസീൻ ഉണ്ടാക്കിയത് എന്നൊക്കെ അലക്സിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അലക്സ്, ഞാൻ അവൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, ടെക്സാസിലെ വോട്ട് നമ്മൾ വിട്ടുകൊടുക്കത്തില്ല, ടെക്സാസ് ശരിക്കും ഭയങ്കര കോമ്പറ്റീറ്റീവാണ്, നമ്മൾ ശ്രമിക്കുമെന്ന് മാത്രമേ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട് അമ്മ ആ സമയം. പക്ഷേ ആൾക്കാരത് വിശ്വസിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഈ മാഗസീനാണെങ്കിൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നമ്മുടെയിലാണെങ്കിൽ ഒരു പുതിയ ടെക്സാസ് സ്ട്രാറ്റജി പ്ലാൻ പോലും ഇല്ല, പിന്നെ ഞാൻ എന്താണ് മീഡിയക്കാരുടെ അടുത്ത് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആക്ച്വലി ഒരു പ്ലാൻ ഉണ്ട്. അമ്മയാണെങ്കിൽ ഞാൻ റെഡിയാക്കിയ ആ ഒരു മെമോ ആണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അലക്സ് പറയുന്നത് അവൻ്റെ അമ്മ കേൾക്കാൻ നിൽക്കുന്നില്ല, അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അമ്മ നേരെ സാറയുടെ അടുത്തേക്ക് പോകുന്നതാണ്. എന്നിട്ട് ഇവൻ്റെ ഈ ഒരു മെമോനെ പറ്റി ചോദിക്കുന്നുണ്ട്. പിന്നീട് അവൻ്റെ മെമോ ഒക്കെ അമ്മ വായിക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞ് അവൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ അച്ഛനുമായിട്ട് അവർ ഫസ്റ്റ് ക്യാമ്പയിൻ നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന പോസ്റ്റേഴ്സും സംഭവങ്ങളും ഒക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് അലക്സ് അങ്ങോട്ടേക്ക് വരുന്നത്. ആ ടൈമിന് അലക്സിനോട് അമ്മ പറയുന്നുണ്ട്, നിൻ്റെ മെമോ ഞാൻ വായിച്ചായിരുന്നു, നല്ല നല്ല ഐഡിയാസാണ്, അതുകൊണ്ട് തന്നെ ടെക്സാസിലേക്ക് നമ്മുടെ ഇലക്ഷൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ നിന്നെ അയക്കുവാണെന്ന് പറയാണ്. ഇത്രയും കാലം അലക്സിന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ അവനെ സമ്മതിച്ചില്ല. ഇപ്പോൾ അവനിങ്ങനെ ഒരു അവസരം കിട്ടുന്നതുകൊണ്ടല്ല അവൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തന്നെ അവനാണെങ്കിൽ ഹെൻറിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇവിടുത്തെ വർക്ക് ശരിക്കും അടിപൊളിയാണ്, സംഭവം സൂപ്പറാണ്, ഇങ്ങോട്ടേക്ക് വന്നു കഴിയാൻ നിനക്ക് ഈ സ്ഥലം നല്ല ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരിക്കുന്നുണ്ട്. ഹെൻറിയും അതിന് മറുപടി ആയിട്ട്, ഞാനാണെങ്കിൽ ഇവിടെ ഓരോരോ പാർട്ടിക്ക് പോയിട്ട് മടുത്തിരിക്കുകയാണ്, എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് അവനും തിരിച്ച് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അലക്സിൻ്റെ അമ്മയുടെ ആ ഒരു അക്സെപ്റ്റൻസ് സ്പീച്ച് നടക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം അവനാണെങ്കിൽ ഒരു ബാറിലിരിക്കുകയാണ്. ആ ഒരു ടൈമിന് അവനോട് സംസാരിക്കാനായിട്ട് മിഗേൽ വരുന്നുണ്ട്. എന്നാൽ മിഗേലാണെങ്കിൽ ആ ഒരു മാഗസീനിൽ അങ്ങനെയൊക്കെ എഴുതി വെച്ചതുകൊണ്ട് തന്നെ ഇവനിപ്പോൾ മിഗേലിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതാൻ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിഗേൽ അപ്പോൾ അലക്സിനോട്, നീ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാനും എഴുതിയിട്ടുള്ളൂ, പിന്നെ ഞാനൊരു റിപ്പോർട്ടറല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നീയായിട്ടാണ് അത്രയൊക്കെ എഴുതി കൂട്ടിയെന്ന് പറഞ്ഞിട്ട് അലക്സ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയമാണ് കറക്റ്റ് ഹെൻറി അങ്ങോട്ടേക്ക് വരുന്നത്. ഹെൻറിനെ ഇവിടെ വെച്ച് കാണുന്നത് എന്തായാലും അലക്സ് എക്സ്പെക്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് അലക്സ് നേരെ ഹെൻറിനെ അവൻ താമസിക്കുന്ന ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോവാണ്. ചെല്ലുമ്പോൾ തന്നെ രണ്ടൊരു ഇൻറ്റിമേറ്റ് അവനോട് തുടങ്ങുന്നുണ്ട്. പിന്നീട് അവരാണെങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ, ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്നൊക്കെ ചോദിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും സാറയാണെങ്കിൽ അലക്സിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന്, അലക്സ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് 7 മണിയായി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് അലക്സും പിന്നെ ഹെൻറിയും കൂടെ ആയിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. പെട്ടെന്ന് രണ്ടുപേരും ഉറക്കം എണീക്കുന്നുണ്ട്. ആ ടൈമിന് ഹെൻറി ആണെങ്കിൽ അറിയാതെ അലക്സിനോട് സംസാരിച്ച് പോവാണ്. അപ്പോൾ അകത്ത് റൂമിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കേൾക്കുമ്പോൾ സാറ് വിചാരിക്കുന്നുണ്ട് അലക്സിൻ്റെ കൂടെ ഏതൊരു പെങ്കൊച്ചുണ്ട്, രണ്ടുപേരും തമ്മിൽ ഇൻറ്റിമേറ്റ് ആയിട്ട് ഇവനാണെങ്കിൽ കിടന്ന് ഉറങ്ങുവാണെന്ന്. ആ ദിവസമായിരുന്നു അവൻ്റെ അമ്മയുടെ ഇലക്ഷൻ്റെ അക്സെപ്റ്റൻസ് സ്പീച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ദിവസം അവനിങ്ങനെ ഒരു പെങ്കൊച്ചിനോട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്നതെന്നും തോന്നുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ ഞാൻ റൂമിൻ്റെ അകത്തേക്ക് കയറി വരാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഒരു കീ കാർഡ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറാണ്. ആ ടൈമിന് പെട്ടെന്ന് തന്നെ ഹെൻറി എങ്ങോട്ടൊക്കെ ഒളിക്കുന്നുണ്ട്. അലക്സ് ആണെങ്കിൽ ഒന്നും സംഭവിക്കാത്ത പോലെയൊക്കെ ഇറങ്ങി ഓടി പുറത്തേക്കൊക്കെ വരുന്നുണ്ട്. അലക്സ് താൻ ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ, ഇവിടെ ആരും ഇല്ലാന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ അകത്തൊരു സംസാരം കേട്ടതുകൊണ്ട് തന്നെ സാറ അവനെ തീരെ വിശ്വസിക്കുന്നില്ല. എന്തായാലും കുറേ വർഷമായിട്ട് അറിയാമെന്നുള്ളതാണല്ലോ, അവളെന്തായാലും ഏതൊരു പെങ്കൊച്ചുമായിട്ട് നീ രാത്രി ഇവിടെ കിടന്ന് ഇൻറ്റിമേറ്റ് ആയല്ലേ, ഇന്ന് നിൻ്റെ അമ്മയുടെ അക്സെപ്റ്റൻസ് സ്പീച്ചാണ്, അതുപോലെ ആലോചിക്കാതാണല്ലോ ചക്കാന്തി കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ റൂം മൊത്തം അന്വേഷിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരും ഇല്ലാന്ന്. എന്നാൽ ഹെൻറിയുടെ ഫോണാണെങ്കിൽ അവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അതിങ്ങനെ കാണിച്ചിട്ട് പിന്നെ എങ്ങനെ ഇവിടെ വേറൊരു ഫോൺ വന്നത്, സത്യമായിട്ടും അവൾ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് മൊത്തം അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ കിട്ടുന്നില്ല. ഏറ്റവും അവസാനമാണ് അലമാര ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഹെൻറി അവിടെ ഇരിക്കുകയാണ്. ഏതെങ്കിലും പെങ്കൊച്ചിനെ കണ്ടിരുന്നെങ്കിൽ സാർ ഞെട്ടത്തില്ലായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ടിലെ രാജകുമാരനായിട്ടുള്ള ഹെൻറീനെയാണ് ഇപ്പോൾ കണ്ടേക്കുന്നത്. കാണുമ്പോൾ തന്നെ അവൾക്കാണെങ്കിൽ ജീവൻ പോകുന്നുണ്ട്. ഹെൻറി അപ്പോൾ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ നിൽക്കുന്നുണ്ട്. ഇവൾ ടെൻഷനാവാൻ കണ്ടിട്ട് ഒന്ന് കാം ഡൗൺ ആവാനായിട്ട് അലക്സും പറയുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇവൻ്റെ അടുത്ത് ഇതൊക്കെ എന്താ സംഭവം, എന്താ കാര്യം നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവൻ്റെ അടുത്ത് പിന്നെ ചാറ പറ ദേഷ്യപ്പെടലാണ്. അതിൻ്റെ ഇടയിൽ അലക്സ് പറയുന്നുണ്ട് ഇതൊന്നും അമ്മയടുത്ത് ചെന്ന് പറഞ്ഞേക്കല്ലേ എന്ന്. ആ ടൈമിൽ സാറ, ഞാനായിട്ട് പറയേണ്ടി വരത്തില്ല, ഈ ഹോട്ടലിൻ്റെ പുറത്തും മൊത്തത്തിലായിട്ട് ക്യാമറാസും ഒക്കെ തന്നെയാണുള്ളത്, നിങ്ങളുടെ കാണുമ്പോൾ തന്നെ നാട്ടുകാർ ലോകം മൊത്തം അറിയിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അലക്സ് അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത് നീയായിട്ടൊന്നും പോയി പറയാൻ നിൽക്കരുത്, ഞാനിതുവരെയായിട്ട് അമ്മയുടെ അടുത്ത് ഇക്കാര്യം അവതരിപ്പിച്ചിട്ടില്ല എന്ന്. ആ സമയം സാറ, എന്താണെന്ന് വെച്ചാൽ ആവട്ടെ, ഒരു 5 മിനിറ്റ് സമയം തരാം, മര്യാദയ്ക്ക് റെഡിയായിട്ട് താഴേക്ക് വന്നോണം, പിന്നെ ഹെൻറി നീയും ഇവിടെ നിന്ന് പൊക്കോണം, പക്ഷേ ക്യാമറയുടെ മുന്നിലൊന്നും പെട്ടേക്കരുതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത് കാണിക്കുന്നത് അലക്സ് അവൻ്റെ അമ്മയുടെ സംസാരിക്കാനായിട്ട് വരുന്നതാണ്. വരുമ്പോൾ തന്നെ അവൻ്റെ മുഖം ഇത്തിരി സീരിയസ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എന്താ പറ്റി, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനപ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ എനിക്കിപ്പോൾ ഒരാൾ ഇഷ്ടമാണ്, ഞാൻ ഒരാളുടെ വേണ്ടി കമ്മിറ്റഡ് ആണെന്ന്. അമ്മ അപ്പോൾ അതൊരു നല്ല കാര്യമാണല്ലോ, ഏതാ
ആ പെങ്കൊച്ച് സുന്ദരിയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതൊരു പെങ്കൊച്ചല്ല, ഒരു ആങ്കൊച്ചാണ്, അത് ഹെൻറി ആണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഒരു സെക്കൻഡ് അമ്മ നീ ആരെ ഉദ്ദേശിക്കുന്ന, ആ ഒരു ഇംഗ്ലണ്ടിൻ്റെ രാജകുമാരൻ ഹെൻറീനെയാണോ സീരിയസ്ലി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ അമ്മയാണെങ്കിൽ അങ്ങനെ വേറൊന്നും പറയാനൊന്നും നിൽക്കുന്നില്ല, ഉടനെ തന്നെ പിസ്സ ഓർഡർ ചെയ്യാണ്. കേട്ടോ അമ്മ ഹാപ്പിയാണ് ആരായാലും. അലക്സിന് ഒരു ആങ്കൊച്ചിനെയാണ് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ്റെ അമ്മ ജഡ്ജ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഇരിക്കണം, ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരാളെ മാത്രം ചൂസ് ചെയ്യണം, കാരണം ലൈഫിൽ ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കാൻ പോകും നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. അവനപ്പോൾ പറയുന്നുണ്ട് ഞാനും ഹെൻറിയും അത്രയും വലിയൊരു സ്റ്റേജിലൊന്നും ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല എന്നൊക്കെ. തിരിച്ച് അലക്സ് റൂമിലേക്ക് വരുന്നതും അമ്മയുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചെന്നും അമ്മ സമ്മതിച്ചെന്നും ഒക്കെ തന്നെ ഹെൻറിയുടെ അടുത്ത് പറയുന്നുണ്ട് മെസ്സേജ് അയച്ച്. എന്നിട്ട് ഹെൻറീനെ ആണെങ്കിൽ നമുക്കൊരു വെക്കേഷൻ ഹൗസ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോയിട്ട് ഒന്ന് അടിച്ച് പൊളിച്ചാലോ കുറച്ച് ദിവസത്തേക്ക്, ഞാനും നോറയും പോകുന്നുണ്ട്, പിന്നെ പേഴ്സീനെയും കൂടെ വിളിച്ചോ നീയും വരാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. എൻ്റെ അച്ഛനോട് ഉണ്ടെന്നൊക്കെ പറയാണ്. ഹെൻറി സമ്മതിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ആയിട്ട് ആ ഒരു വെക്കേഷൻ ഹൗസിലേക്ക് അടിച്ച് പൊളിക്കാനായിട്ട് പോകുന്നുണ്ട്. രാവിലെ രാത്രി മൊത്തം അടിച്ച് പൊളിക്കുകയാണ്. അലക്സിൻ്റെ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിലും ഹെൻറി അവരും തമ്മിൽ റിലേഷൻഷിപ്പിലായതിൽ അച്ഛനും യാതൊരു പ്രോബ്ലം ഇല്ല. അച്ഛനോട് അലക്സ് ചോദിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്, കാരണം അതുവരെയായിട്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് അവനായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ലായിരുന്നു, അമ്മയുടെ അടുത്ത് മാത്രമേ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതോടെ അച്ഛൻ പറയുന്നുണ്ട് നീ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് വിചാരിച്ചത്, എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല, ഹെൻറീനെക്കുറിച്ച് മോശം പറയാനായിട്ട് അതിന് മാത്രം എന്താണല്ലോ നല്ലൊരു ഭയനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത ദിവസം ഹെൻറിയും അലക്സും ഒരുമിച്ച് ഒന്ന് സ്വിമ്മിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരിടത്ത് ഇങ്ങനെ കിടക്കുന്ന ടൈമിന് അലക്സ് ആണെങ്കിൽ ഹെൻറിയുടെ അടുത്ത് പറയുന്നുണ്ട് ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം മാറി മറയും, ഞാൻ ഇനിയിപ്പോൾ വീണ്ടും ഫ്രീ ആവും, പിന്നെ എനിക്ക് ചെയ്യാനായിട്ട് വേറെ ജോലിയൊന്നും ഉണ്ടാവത്തില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അടുത്ത സമ്മർ വെക്കേഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതേ സ്ഥലത്ത് തന്നെ വീണ്ടും കുറച്ചാഴ്ചത്തേക്ക് താമസിക്കാൻ കണക്കിന് വന്നാലോ, നമ്മുടെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, നമുക്ക് എങ്ങനെയാണ് അടിച്ചു പൊളിച്ച് നടക്കാം, പിന്നെ വേറെ ആൾക്കാർ നമ്മളെ കണ്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് കേൾക്കുമ്പോഴത്തേക്കും ഹെൻറിക്ക് ഒരുമാതിരി ആവുന്നുണ്ട്, കാരണം അവനൊരു രാജകുമാരനാണ്, അവനിങ്ങനെ ഒരു പയ്യനോട് ഇഷ്ടമെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ലെന്നാണ് അവൻ്റെ ഒരു ഇത്. റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കണമെന്ന് അവന് താല്പര്യം ഉണ്ടെങ്കിലും അവൻ്റെ ആ ഒരു പ്രിൻസ് എന്നുള്ള സ്റ്റാറ്റസ് കാരണം നടക്കുന്നൊരു കാര്യമല്ല അത് ഓർത്തിട്ട് അവനിപ്പോൾ സങ്കടം വരുന്നുണ്ട്. അവൻ്റെ ആ ഒരു സങ്കടമെല്ലാം അലക്സ് കാണാതിരിക്കാനും അവൻ ശ്രമിക്കുന്നുണ്ട്. നൈറ്റ് ആയാൽ പോലും അവനാണെങ്കിൽ അലക്സിനോട് പറയാതെ അവിടെ നിന്ന് അവൻ്റെ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവൻ്റെ അനിയത്തിക്ക് മാത്രം ഇവൻ്റെ ഈ റിലേഷൻഷിപ്പിനെ പറ്റി അറിയാമായിരുന്നു. അപ്പോൾ ബിയാട്രിസിനോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ അലക്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിർത്തിയിരുന്നു. ബിയാട്രിസ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മുത്തശ്ശൻ ഇതിനെക്കുറിച്ചെല്ലാം കണ്ടുപിടിച്ചോന്ന്. മുത്തശ്ശനാണ് അവിടുത്തെ രാജാവ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശൻ കണ്ടുപിടിച്ചില്ല, പക്ഷേ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്, പിന്നെ മുത്തശ്ശൻ്റെ മനസ്സ് തകർക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്നുണ്ട് ബിയാട്രിസ്. അപ്പോൾ നിൻ്റെ മനസ്സൊന്ന് അത് തകർന്നു പോകത്തില്ലേ എന്ന് അവനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട്. കൊട്ടാരത്തിലെ ഓരോരോ പഴയ റൂൾസും ട്രഡീഷൻസൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നതുകൊണ്ടാണ് തനിക്ക് അലക്സുമായിട്ട് ഒന്നിക്കാൻ പറ്റാത്തത് എന്ന് ഹെൻറിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഹെൻറി അപ്പോൾ ദേഷ്യത്തിൽ ഇങ്ങനെ ബിയാട്രിസിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് ഇപ്പോഴും ഈ പഴയ റൂൾസൊക്കെ കൊണ്ടുവച്ചുകൊണ്ട് നടക്കുന്നത്, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, ഞങ്ങൾക്കെങ്കിലും മനസ്സമ്മതം ജീവിക്കേണ്ടതെന്ന്. അടുത്ത് അലക്സിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹെൻറി ആണെങ്കിൽ ഒന്നും പറയാതെ പൊക്കളഞ്ഞു, മെസ്സേജ് അയച്ചാലും നോക്കുന്നില്ല, വിളിച്ചാലും എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അവനും മനസ്സിലാവുന്നില്ല. അലക്സ് അവൻ്റെ വിഷമങ്ങളെല്ലാം നോറയോട് പറയുന്നുണ്ട്. നോറ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ പേഴ്സിയോട് സംസാരിച്ചായിരുന്നു, പേഴ്സി പറഞ്ഞത് ഇടയ്ക്ക് ഇതുപോലെ ഹെൻറി ആണെങ്കിൽ സൈലൻ്റായി പോകുന്നതാണ്, എന്നാൽ ആ സമയത്ത് നമ്മളാണെങ്കിൽ അവനാണെങ്കിൽ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി എന്നും പറയുന്നുണ്ട്. ആ ടൈമിൽ അലക്സ് എനിക്കിനി വെയിറ്റ് ചെയ്യാൻ വയ്യ എന്ന് പറയുമ്പോൾ നോറയാണെങ്കിൽ പിന്നെ എന്ത് കാണാനാണ് നിൽക്കുന്നത്, നീയാണെങ്കിൽ അവൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ല്, അവൻ നിൻ്റെ ചെക്കനാണെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് വരാനൊക്കെ പറയുന്നുണ്ട്. ആ ടൈം അലക്സ് ആണെങ്കിൽ ഞാൻ പൊക്കഴിഞ്ഞാൽ കാണാനായിട്ട് അവനെ സമ്മതിക്കുമെന്ന് ചോദിക്കുമ്പോൾ അത് പോയാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് നോറ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നൈറ്റ് ഹെൻറി അവൻ്റെ റൂമിൽ ഇരിക്കുന്ന ടൈമിന് ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്ന് പറയുന്നുണ്ട് നിങ്ങളെ കാണാനായിട്ട് അലക്സ് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഹെൻറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അലക്സ് അവിടെ താഴെ നിൽക്കുന്ന കാണുന്നുണ്ട്. അങ്ങനെ അലക്സിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയിട്ട് ഹെൻറി ആണെങ്കിൽ എന്തിനാണ് വന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാനായി പറയുന്നുണ്ട്. അലക്സ് അപ്പോൾ എന്തിനാണ് എന്തെങ്കിലും ഒഴിവാക്കുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞ് ഒന്നും പറയാതെ പൊക്കളഞ്ഞു, എന്താ ബ്രേക്കപ്പ് ആവാൻ നിൽക്കുകയാണോ, അങ്ങനെയാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് റീസൺ എങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹെൻറി പറയുന്നുണ്ട് നിൻ്റെ ഫാമിലിനെ പോലെ എൻ്റെ ഫാമിലി അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒന്നല്ല, എനിക്കാണെങ്കിൽ ഞാൻ ഗേ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുറന്ന് പറയാനോ ഒന്നും പറ്റത്തില്ല, സമ്മതിക്കത്തുമില്ല, എനിക്ക് നിന്നോട് ജീവിക്കണമെന്നും നിൻ്റെ കൂടെ ഉണ്ടാവണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ഇവിടുത്തെ സിറ്റുവേഷൻ നീ തന്നെ മനസ്സിലാക്കണം, നീ എന്നെ ശരിക്കും മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, എന്നാൽ എൻ്റെ പല കാര്യങ്ങളും നീ മനസ്സിലാക്കുന്നില്ല, എനിക്ക് അത്ര എളുപ്പത്തിൽ അങ്ങനെ ഒന്നും ഇട്ടിട്ട് വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അലക്സ് ആണെങ്കിൽ ശരി നീ എന്നെ ഒരു തീരുമാനം എടുക്കുക, നിനക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ നിന്ന് നിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാം, അതല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് പറയണം, പിന്നെ നിനക്ക് ഞാനിവിടെ ബ്രേക്കപ്പ് ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും നീ ഓപ്പണായിട്ട് പറയണം, പക്ഷേ നീ എൻ്റെ മുഖത്ത് നോക്കി പറയണം, പിന്നെ ഞാൻ ഒരിക്കലും നിൻ്റെ ലൈഫിലേക്കേ വരത്തില്ല, നിന്നെ ശല്യം ചെയ്യാനേ വരത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഹെൻറി നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണമെന്നും പറഞ്ഞിട്ട് അലക്സിനെ വിളിച്ചുകൊണ്ട് ഒരു മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. ആ ഒരു മ്യൂസിയം അടച്ചിട്ടേക്കുന്ന ഒന്നായിരുന്നു, അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ അച്ഛനാണെങ്കിൽ ഈ മ്യൂസിയം തുറക്കുന്നതിന് മുന്നേ തന്നെ രാവിലെ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരായിരുന്നു, പിന്നീട് ഞാനാണെങ്കിൽ എന്നും രാത്രി ഇവിടെ വരാനായിട്ട് തുടങ്ങി, കാരണം ആ സമയത്ത് ആരും നമ്മളെ നോക്കാനായിട്ടുണ്ടാവില്ല, ഒരു ക്യാമറ കണ്ടെന്ന് അവിടെ പുറകെ ഉണ്ടാകത്തില്ല, എനിക്ക് ആ സമയത്ത് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒത്തിരി വിചാരിച്ചിട്ടുണ്ട് വലുതാകുന്ന സമയത്ത് ഞാൻ സ്നേഹിക്കുന്ന ആൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്നും ഇവിടെ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കണമെന്നൊക്കെ. അത് കേൾക്കുമ്പോഴത്തേക്കും
കഴിയുമ്പോഴത്തേക്കും ഉടനെ തന്നെ അലക്സ് ആണെങ്കിൽ അവൻ്റെ ഫോണിലൊരു പാട്ട് വയ്ക്കുന്നുണ്ട്. ഹെൻറിനെയും പിടിച്ചിരുത്തിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം തന്നെ അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറുന്നുണ്ട്. അന്ന് നൈറ്റ് ഒരുമിച്ചാണ് അവർ സ്പെൻഡ് ചെയ്യുന്നതും. പിന്നീട് അടുത്ത ദിവസം രാവിലെ അലക്സിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് ഹെൻറിയും കൂടെ പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഹെൻറി ആണെങ്കിൽ ഞാൻ മൊത്തത്തിൽ നിൻ്റേതാവുന്നവരെ ഈ ഒരു മോതിരം വെച്ചേക്കാൻ പറഞ്ഞിട്ട് അവൻ ഇട്ടേക്കുന്ന ഒരു മോതിരം അലക്സിന് ഊരി കൊടുക്കുന്നുണ്ട്. അലക്സും അവൻ്റെ മാല ഹെൻറിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോയി ഇലക്ഷനൊക്കെ ജയിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടാണ് ഹെൻറി ആണെങ്കിൽ അലക്സിനെ പറഞ്ഞു വിടുന്നത്. എന്തായാലും പിന്നീട് അതിനുശേഷം കാണിക്കുന്നത് ഒരു ദിവസം രാവിലെ ഹെൻറി ഉറക്കം എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ അനിയത്തി ബിയാട്രിസും അവൻ്റെ അസിസ്റ്റൻറ്റ് ഷാനും പിന്നെ അവിടെ കൊട്ടാരത്തിൽ തന്നെയുള്ള കുറച്ച് ആൾക്കാരും ഒക്കെ തന്നെ അവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആ സമയം ബിയാട്രിസ് അവനെ പിടിച്ചിരുത്തിയിട്ട് കാര്യം പറയുന്നുണ്ട്. അത് പിന്നെ നീയാണെങ്കിൽ അലക്സുമായിട്ട് സംസാരിക്കുന്ന ഓരോ ഇമെയിലും ലീക്കായി അതാരോ ഹാക്ക് ചെയ്തു, അങ്ങനെ അതെല്ലാം തന്നെ ഇപ്പോൾ റെഡിറ്റിൽ പോസ്റ്റായി ഇരിക്കുവാണെന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും ഹെൻറി ആണെങ്കിൽ ഷോക്കായിട്ട് എത്ര ഇമെയിൽ എന്ന് ചോദിക്കുന്നുണ്ട്. ബിയാട്രിസ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇമെയിലും ഇപ്പോൾ റെഡിറ്റിലാണ്, ആൾക്കാരെല്ലാം കണ്ടു കഴിഞ്ഞു, ഇപ്പം തന്നെയാണ് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് തനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അലക്സിനെ കോൺടാക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഷാനാണെങ്കിൽ അത് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അതെന്തുകൊണ്ടാണ് പറ്റാത്തത്, ഞാൻ പറയുന്ന വേണ്ടി ഇവിടെ കേൾക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അത് രാജാവ് തന്ന ഉത്തരവാണ്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ബിയാട്രിസ് നിൻ്റെ ഫോൺ അവരെടുത്ത് വെച്ചായിരുന്നു, നിൻ്റെത് മാത്രമല്ല എൻ്റെ ഫോണും ലാപ്ടോപ്പും എല്ലാവരും എടുത്തു വെച്ചു, നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് യാതൊരു വഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അലക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂസും പോകുന്നുണ്ട് അലക്സിൻ്റെ അമ്മ ഇപ്പോൾ ഇലക്ഷന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം കാരണം അവർ തോക്കാൻ ചാൻസ് ഉണ്ടോയെന്നൊക്കെ. അതേസമയം ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ന്യൂസ് ആദ്യം തന്നെ ഇറക്കിയത് മിഗെയിലാണ്. അപ്പം മിഗെയിലിനെയും ഈ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം മിഗെയിലാണെങ്കിൽ ഇവർ ചെയ്തത് എന്തോ ഭയങ്കര മോശം കാര്യം എന്നൊരു രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. അവൻ്റെ ആ ഒരു സംഭവം അലക്സ് കാണുന്നുണ്ട്. മിഗെയിലിൻ്റെ ഓരോ സംസാരം കേൾക്കുമ്പോൾ അലക്സിനും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് അലക്സ് ആണെങ്കിൽ ഒരു സ്പീച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ LGBTQ പെട്ട ഓരോ ആൾക്കാരും അവരുടെ ഐഡൻറ്റിറ്റി പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഓരോരോ പ്രശ്നം കാരണം അവർക്കാണെങ്കിൽ പുറത്തു വരാൻ പേടിയാണ്. നമ്മളായിട്ട് വേണം അതിനുള്ളൊരു അവസരം കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ട്. ഞാനൊരു പയ്യനെ സ്നേഹിക്കുന്നുണ്ട്, ആ പയ്യനാണെങ്കിൽ ഒരു രാജകുമാരനായി പോയി, അതിലെന്താണ് തെറ്റ്, നമുക്ക് സ്നേഹിക്കാൻ പാടില്ലേ, ഒരു ദിവസം ഞാനും അവന് നമ്മളെ റിലേഷൻഷിപ്പ് പബ്ലിക്കായിട്ട് പറഞ്ഞറിയിക്കണം, അന്ന് യാതൊരു പ്രശ്നമില്ലാതെ ഞങ്ങൾക്ക് സ്നേഹിക്കണമെന്നും ഞങ്ങളുടെ ആഗ്രഹമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്പീച്ചെല്ലാം തന്നെ ഇപ്പോൾ സാറയും അലക്സും TV-യിൽ ഇരുന്ന് തന്നെ കാണുന്നുണ്ട്. അവൻ്റെ സ്പീച്ച് കണ്ടു കഴിയുമ്പോൾ സാറ പറയുന്നുണ്ട് നീ നല്ല സൂപ്പറായിട്ടാണ് പറഞ്ഞതെന്നൊക്കെ. ആ ഒരു ടൈമിന് അലക്സ് ആണെങ്കിൽ ഇതിപ്പോൾ ഹെൻറിയും കണ്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അവനും കാണുന്നുണ്ടായിരിക്കുമെന്ന്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസെല്ലാം അവൻ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ ആകുമ്പോഴത്തേക്കും അവൻ്റെ പുരുകൊക്കെ ഇങ്ങനെ ചുളിക്കാറുണ്ട്. ആ ടൈമിന് അവനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണെന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ടോണ്ടിരുന്ന സാറയാണെങ്കിൽ മടുത്തിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവളുടെ കയ്യിൽ ഒരു സ്പെയർ ഫോൺ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് അവളാണെങ്കിൽ ഹെൻറിയുടെ അസിസ്റ്റൻ്റായ ഷാനിനെ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മളിത് എമർജൻസിക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ ഒരു എമർജൻസിയാണ്, നീ പെട്ടെന്ന് തന്നെ ഹെൻറിക്ക് ഫോൺ കൊടുക്കണം, ഹെൻറിക്കും അലക്സിനും പരസ്പരം സംസാരിക്കാനുണ്ട്, ആരെ തടഞ്ഞാലും ശരി നീ അവന് കൊണ്ടുപോയി ഫോൺ കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ പിന്നെ നീ എന്നെ ഇനി ഒരിക്കലും കാണത്തില്ല, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഇൻറ്റിമേറ്റ് ആകത്തില്ല എന്നും പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഷാനും സാറയും തമ്മിൽ ആരും അറിയാത്തൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. എന്തായാലും ഈ ഫോൺ കോൾ വഴി ഇവളീ പറയുന്നതെല്ലാം കേട്ടിട്ട് അലക്സും ഞെട്ടിപ്പോവാണ്. കാരണം അവനും എക്സ്പെക്ട് ചെയ്തില്ല ഇവരെ തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവുന്നത്. എന്തായാലും അത് കാരണം ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഷാനാണെങ്കിൽ മൊബൈൽ ഫോൺ കൊണ്ട് ഹെൻറിക്ക് കൊടുക്കുന്നുണ്ട്. ഹെൻറിക്ക് ആരാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അത് അലക്സ് ആണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അലക്സ് ആണെങ്കിൽ നീ ഓക്കെ ആണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഹെൻറി ഞാൻ ഒട്ടും ഓക്കെ അല്ല എന്നൊക്കെ പറയാണ്. അലക്സ് ആ ടൈമിന് പേടിക്കണ്ട, ഇന്ന് നൈറ്റ് ഞാനെങ്കിൽ ലണ്ടനിലേക്ക് വരുന്നുണ്ട്, ഞാൻ നിൻ്റെ അടുത്തേക്ക് ഉടനെ തന്നെ വരാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അന്ന് നൈറ്റ് തന്നെ അലക്സ് ആണെങ്കിൽ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അലക്സിനെ അവിടെ കയറാൻ പറ്റുന്നതിന് മെയിൻ കാരണം തന്നെ ഹെൻറിയുടെ കൂടെ അല്ല അവൻ്റെ മുത്തശ്ശൻ നിൽക്കുന്നത്, അതായത് രാജാവ് താമസിക്കുന്നത് മെയിൻ കൊട്ടാരത്തിലാണ്, എന്നാൽ ഹെൻറി താമസിക്കുന്നത് മറ്റൊരു കൊട്ടാരത്തിലും. അതുകൊണ്ടാണ് ഇപ്പോൾ അലക്സിന് ഇങ്ങോട്ടേക്ക് കയറി വരാൻ തന്നെ പറ്റുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട്. പരസ്പരം ഒന്ന് കണ്ടപ്പോഴാണ് രണ്ടുപേർക്കൊന്ന് സമാധാനമാവുന്നത് തന്നെ. അതിനുശേഷം ഹെൻറി ആണെങ്കിൽ അവൻ്റെ പിയാനോയൊക്കെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് അലക്സിനായിട്ട്. അതിനുശേഷം രണ്ടുപേരും സംസാരിക്കുന്ന ടൈമിന് ഹെൻറി പറയുന്നുണ്ട് മുത്തശ്ശനെതിരായിട്ട് എൻ്റെ അടുത്ത് ഒന്നിനും സംസാരിച്ചിട്ടില്ല, ഞാൻ എക്സിസ്റ്റ് പോലും ചെയ്യുന്നില്ല എന്നൊരു രീതിയിൽ പെരുമാറാനാണ് അവരുടെ ഉദ്ദേശമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ആ സമയം തന്നെ അലക്സിന് ഇപ്പോൾ സാറയും ഷാനും ഡേറ്റിംഗ് എന്നുള്ള കാര്യം അറിയാന്നുള്ളതുകൊണ്ട് തന്നെ ഷാൻ ആരെയാണ് ഡേറ്റ് ചെയ്യുന്നത് നിനക്കറിയാവോ, അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഞെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൻറിയോട് പറയാനായി വരുന്നുണ്ട്. എന്നാൽ ആ ടൈമിലാണ് ഷാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് രാജാവിന് നിങ്ങൾ രണ്ടുപേരും കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നത്. അങ്ങനെ രണ്ടുപേരും നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഓൾറെഡി തന്നെ അവൻ്റെ അനിയത്തി ബിയാട്രിസ് അവിടെ ഉണ്ട്, അവൻ്റെ ചേട്ടൻ ഫിലിപ്പും ഉണ്ട്. ഫിലിപ്പ് പറയുന്നുണ്ട് മര്യാദയ്ക്കൊക്കെ നിന്നാൽ തന്നെ നിനക്ക് കൊള്ളാമെന്ന്. ഹെൻറി അപ്പോൾ എനിക്ക് നിൻ്റെ അഡ്വൈസിൻ്റെ ആവശ്യമില്ല, എനിക്ക് എന്ത് പറയണം നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും രാജാവ് വരുന്നുണ്ട്. വന്നോണ്ടേ തന്നെ രാജാവാണെങ്കിൽ ഇവർ സംസാരിക്കാനായി തുടങ്ങുന്നുണ്ട്. അലക്സും ഹെൻറിയും അവരുടേതായ ഒരു ഇത് തന്നെ നിൽക്കുകയാണ്, അതായത് ഒരുമിച്ച് തന്നെ ഉണ്ടാകും, എന്തൊക്കെ സംഭവിച്ചാലും പിരിയത്തില്ല, ആൾക്കാരുടെ മുന്നിൽ അവരുടെ റിലേഷൻഷിപ്പ് പറയാനും അവർക്ക് സമ്മതമാണെന്നൊക്കെ. അതേസമയം തന്നെ ഹെൻറി ആണെങ്കിൽ അവന് പറയാനുള്ള കുറേ കാര്യം ഇമെയിലായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഫിലിപ്പിനോട്
വായിച്ചു എന്ന് വെച്ചപ്പോൾ ഫിലിപ്പ് താൻ വായിച്ചില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ രാജാവ് താനത് വായിച്ചു എന്ന് പറയുന്നുണ്ട്. രാജാവിനെന്തോ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ ശരിക്കും നല്ല സ്നേഹത്തിലാണ്, പരസ്പരം നല്ല ഇഷ്ടമാണെന്നൊക്കെ. എന്നാൽ ഒരു കൊട്ടാരത്തിലെ കാര്യം വെച്ചിട്ടാണ് ഇയാൾക്ക് സമ്മതിക്കാൻ താല്പര്യമില്ലാത്തത്. എന്നാലും രാജാവിൻ്റെ മനസ്സലിങ്ങി വരുന്നുണ്ട്. രാജാവ് അവസാനമായി ചോദിക്കുന്നുണ്ട്, നീ ഇത് ഉറപ്പിച്ച് വേണം ഇങ്ങനൊരു തീരുമാനം എടുക്കാനായിട്ട്. ഒരിക്കൽ സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന്. ഹെൻറി എന്തായാലും ഉറപ്പിച്ചെന്നെ തീരുമാനിച്ച് നിൽക്കുകയാണ്. ആ ടൈമിൽ ബിയാട്രിസ് ഒരു കാഴ്ച കാണുന്നുണ്ട്. അവൾ ജനലിൻ്റെ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി ജനങ്ങൾ ഹെൻറിനെയും അലക്സിനെയും സപ്പോർട്ട് ചെയ്യാൻ കണക്കിന് ഇവരുടെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യം ഹെൻറിനെ വിളിച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഹെൻറിക്കും അലക്സിനും സന്തോഷമാകുന്നുണ്ട്. കാരണം അവർ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെ അവർ ഉടനെ തന്നെ അവിടുത്തെ ഒരു ബാൽക്കണിയുടെ ഡോർ ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് അതുവഴി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. രണ്ടുപേരും ഓരോ റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കുന്ന രീതിയിൽ കൈയും പിടിച്ച് ആൾക്കാരെ മുന്നിൽ കാണത്തക്ക രീതി തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അലക്സിൻ്റെ അമ്മ പങ്കെടുത്ത ആ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് പറയുന്ന ദിവസമാണ്. എല്ലാവരും ഭയങ്കര ടെൻഷനായി തന്നെ നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുക, ആരാ ജയിക്കുക എന്നൊക്കെ അറിയാനായിട്ട്. അലക്സിൻ്റെ വീട്ടിലാണെങ്കിൽ അവൻ്റെ അവിടെ ഹെൻറിയും ഉണ്ട്. അലക്സ് ഭയങ്കര ടെൻഷനായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഹെൻറി ആണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അവർ ചെന്ന് ടി വിയിലേക്ക് നോക്കുമ്പോൾ തോക്കും എന്നൊരു ഡൗട്ട് അലക്സിന് വരുന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ മാറി നിൽക്കുന്നുണ്ട്. ആ സമയം ഹെൻറിയും എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ അവിടെ മാറി നിൽക്കുകയാണ്. ആ സമയമാണ് ഫ്രണ്ടിൽ ഒരു കയ്യടിയുടെ ശബ്ദം കേൾക്കുന്നത്. രണ്ടുപേരും പോയി നോക്കുമ്പോഴത്തേക്കും അറിയാൻ കഴിയുന്നത് അലക്സിൻ്റെ അമ്മ ജയിച്ചു എന്നാണ്. അങ്ങനെ എല്ലാവരും അടിച്ചു പൊളിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അലക്സിൻ്റെ അമ്മയും അച്ഛനും അവനും കൂടെ ആയിട്ട് അതിൻ്റെ സ്പീച്ച് കൊടുക്കാനൊക്കെ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്കും കൂടെ ഹെൻറിനെ കൊണ്ട് കയറ്റുന്നുണ്ട്. അവരൊരു ഫാമിലി ആയിട്ട് തന്നെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് അലക്സും ഹെൻറിയും കൂടെ ആയിട്ട് അവരുടെ റിലേഷൻഷിപ്പ് ആരെങ്കിലും കാണുമോ എന്നൊരു പേടി ഇനി ഇല്ലാത്തതുകൊണ്ട് തന്നെ രാത്രി തന്നെ സൈക്കിളൊക്കെ ചവിട്ടിക്കൊണ്ട് നേരെ അലക്സിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. മേ ബി അവിടെ ഒരു വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കാനായിരിക്കും രണ്ടുപേരുടെ പ്ലാൻ. എന്തായാലും അവരങ്ങോട്ടേക്ക് ചെല്ലുന്നതും കാണിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മൂവി ഇവിടെ എൻജോയ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊന്നും പറയാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ.